നമ്മൾ എവിടാണെന്നറിയാവോ? നമ്മളുടെ മലയാള സിനിമയുടെ എത്രയോ കാലം കൊണ്ട് നമ്മൾ കാണുന്ന ഒരാളാ അല്ലേ? ഇപ്പം ഒരുപാട് പേരും എന്നോട് കമന്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, അനിയത്തിയും ചേട്ടത്തിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എപ്പോഴും തസ്നിയെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ സിനിമയിൽ കണ്ട, എൻ്റെ ചെറുപ്പം തൊട്ടിട്ട് ഞാൻ ഏത് സിനിമ കണ്ടാലും മിക്കവാറും എല്ലാ സിനിമയിലും ഉണ്ട്. പഴയകാല സിനിമകൾക്കാണ് കൂടുതലും അല്ലേ? ഇപ്പോഴത്തേനെക്കാട്ടി എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല റോളുകൾ ചെയ്ത ഒരാളാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ എൻ്റെ വീട്ടിൽ ഉൾപ്പെടെ പറയാറുണ്ട് തസ്നി ഒന്ന് കാണാൻ പറ്റണമെന്നുള്ളത്. പിന്നെ നമ്മളുടെ എന്തായാലും ആ ഷോപ്പ് ആയതുകൊണ്ടും എനിക്കൊരു ഷോപ്പ് ആയതുകൊണ്ടും തസ്നിയായിട്ട് പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. ഒരുപാട് ഡ്രസ്സുകളൊക്കെ തസ്നിക്കും ഡിസൈൻ ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം ഞാൻ തസ്നിയുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പം എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷമായി. ഞാൻ ഒരിക്കലും ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നു, അതും എനിക്ക് നല്ല നല്ല ഡ്രസ്സും കൊണ്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ സിബി ഇട്ട ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് തന്നെ ഞാനും ഇട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. കാരണം നല്ല ക്ലോത്ത്, എന്ത് രസമാണ്, നല്ല സുഖമുണ്ട് ഇട്ടിട്ട്. അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. നമ്മുടെ ഹിറ്റും തോന്നണം. നമുക്ക് ഈ കൂടുതലും കോഡ്സെറ്റിന് ഭയങ്കര ഡിമാൻഡാണ്. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ചുള്ള ഡ്രസ്സ് ആണ് ഇടേണ്ടത്. ഞാൻ എത്ര കോഡ്സെറ്റ് കൊണ്ടുവന്നാലും തസ്നി തന്നെ കാണുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കാണുമ്പോൾ വാട്സപ്പിൽ ചോദിക്കാറുണ്ട്, സബി ഇതുണ്ടോടാ, ഇതുണ്ട്. ഞങ്ങള് അങ്ങനെ മിക്കവാറും കോണ്ടാക്ട് ചെയ്യാറുണ്ട് തസ്നിയായിട്ട്. അപ്പോൾ എനിക്ക് വന്ന് കാണാൻ പറ്റി. ഏറ്റവും വലിയ ഭാഗ്യം ഇവിടെ തസ്നിയുടെ അടുത്ത് എത്താൻ പറ്റി. എനിക്ക് ഈ ഡ്രസ്സ് ഇട്ട് കാണുന്നതിലുപരി നേരിട്ട് കാണുന്ന ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ഒത്തിരി സന്തോഷം. സ്വന്തം നമ്മളുടെ എന്താ സ്വന്തം ഒരു ചേട്ടത്തിയെ പോലാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. എല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ ഇത്തയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അനിയത്തിയാണോ എനിക്ക് സിസ്റ്റേഴ്സ് ആണോ നിങ്ങൾ എന്നൊക്കെ ചോദിക്കാറുണ്ട്. വീഡിയോ നോക്കാൻ സമയം കാണത്തില്ലായിരിക്കും, തിരക്കല്ലേ. എങ്കിലും കമന്റിനകത്ത് പറ്റുവാണെങ്കിൽ നോക്കി ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കും, ഒന്നേ ചേട്ടത്തിയാന്ന് ചോദിക്കും, അനിയത്തിയാന്ന് ചോദിക്കും, എല്ലാം ചോദിക്കാറുണ്ട്. അപ്പം പിന്നെന്താ, നമ്മുടെ ഷോപ്പിലെ ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ എങ്ങനെ തോന്നുന്നു? എനിക്ക് അതായത് സിബിയുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോ ഡ്രസ്സ് പുള്ളിക്കാരിട്ടാലും നല്ല ഭംഗിയാണ്. എല്ലാ ഡ്രസ്സ് ഇട്ടാലും ഭയങ്കര സിമ്പിളായിരിക്കും, പക്ഷെ ഭയങ്കര ലുക്കാണ് കാണാൻ. അപ്പം ഞാൻ ഇത് കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, ഒരു ഫോൺ ചെയ്ത് ചോദിച്ചത്, ഇത്രയും നല്ലത്. പിന്നെ ഞങ്ങൾ ഭയങ്കര കൂട്ടായി. എല്ലാം എനിക്ക് പറഞ്ഞു തരും. നമുക്കിപ്പം സാധാരണ ഇപ്പം നല്ല ചൂട് സമയമാണ്. ഇപ്പം നമുക്ക് ബനാറസോ സിൽക്കോ ഒന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ അതിന് പറ്റിയ ക്ലോത്തുള്ള മെറ്റീരിയൽസ് ഒക്കെയാണ് അല്ലേ ഉള്ളത് കയ്യിൽ. ഇനി അതാതിൻ്റെ ഇപ്പം നമ്മൾ ഫംഗ്ഷൻ ഇടാണെങ്കിൽ അതനുസരിച്ചിട്ടുണ്ടാവും. നമ്മൾ സിമ്പിളായിട്ട് എവിടെയെങ്കിലും പോകണം, അല്ല ഓരോ വെറൈറ്റി അനുസരിച്ചിട്ടുള്ള ചുരിദാർസാണ് ഇവരയിലുള്ളത്. അത് ചുരിദാർ മാത്രമല്ല, എല്ലാ തരം ഡ്രസ്സസും ഉണ്ടല്ലേ നിങ്ങൾ? നമുക്ക് ലേഡീസിന്റെ അല്ലേ കൂടുതൽ, നമ്മൾ ജെൻസ് ഒന്നും ഇല്ല, നമുക്ക് ഫുള്ളും ലേഡീസാ. പിന്നെ എനിക്ക് മറ്റ് പരസ്യങ്ങളൊന്നുമില്ല, ഈ കാണുന്ന വീഡിയോ മാത്രമാണ്. ഈ വീഡിയോയിലൂടെയാണ് ഇത്രയും കസ്റ്റമർ. ഇന്ന് ഞാൻ എനിക്ക് ആലുവയിൽ നിന്ന് ഒരു കസ്റ്റമർ, ഒരു എന്താ പറയാ, ഒരു ഹോൾസെയിൽ കസ്റ്റമർ വന്നിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴി അത്രയും കണ്ടല്ലോ, അവിടെ വന്നപ്പോൾ കാറിനകത്തിരിക്കുന്ന ബണ്ടിൽ കണ്ടല്ലോ, അത് അവർക്ക് ഞാൻ വിരിച്ച് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയാണ്, ഞാൻ എറണാകുളത്തോട്ട് വരുവാണ്, അപ്പം ഞാൻ വീട്ടിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇത് ചോദിച്ചു കാറിനകത്ത് എന്താ ബണ്ടിൽ ഇത്രയും കൂടി ഇരിക്കുന്നതെന്ന്. അപ്പോൾ അതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷം എന്താ അറിയോ, ഈ വരുന്ന മെയ് 31 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാൻ ഡ്രസ്സ് ഒന്നും എടുക്കണ്ടെന്ന് വെച്ചിരിക്കാം. അപ്പൊ സിബിയായിട്ട് ഇങ്ങോട്ടേക്ക് എന്നെ വിളിച്ചു, തസ്നി ഞാൻ എറണാകുളത്തേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എന്നാ പിന്നെ ഒരെണ്ണം എടുത്തിട്ട് ബാക്കി കാര്യം. എത്ര കോഡ് സെറ്റാ ഞാൻ എല്ലാ വെറൈറ്റി ഞാൻ ഇട്ട് കാണിച്ചു തരാം. ആ കോഡ് സെറ്റിങ്ങൾ, യെല്ലോ കോഡ് സെറ്റ് നമുക്ക് ജസ്റ്റ് കാണിച്ചു നോക്കാം. ഇതിന്റെ എല്ലാ കളേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് റീൽസിലൊക്കെ കാണാം. ഇത് കണ്ടോ, എന്ത് ഭംഗിയാ കാണാൻ. കോഡ് സെറ്റാണിത്. ഇതിൻ്റെ തന്നെ എല്ലാ വെറൈറ്റി ഉണ്ട്. പിന്നെ ആഷ് കളർ ഉണ്ട്, പിന്നെ മെറൂൺ ഉണ്ട്. എന്ത് ഭംഗിയാ കാണാൻ. എന്നെക്കാട്ടി കൂടുതലായിട്ട് പറഞ്ഞു തരുന്നില്ലേ? നല്ല സ്കിൻ കളർ ഉണ്ട്. ഇതന്നെ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര സുഖം. സ്കിന്നൊക്കെ ഭയങ്കര സുഖമായിട്ട് തോന്നുന്നു. കാരണം നമുക്കൊരു എന്താ പറയുക, നല്ല ലുക്ക് കിട്ടും നമുക്കിത്. പിന്നെ ഫോട്ടോസിൽ നന്നായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ക്രീനിൽ ഏറ്റവും നല്ലത് എങ്ങനെ ആൾക്കാർക്ക് എങ്ങനെ അട്രാക്ട് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ മെറ്റീരിയൽസാണ് വേണ്ടത്. അതാണ് ഉള്ളത് കയ്യിൽ. എന്തായാലും അടുത്ത ഒരു കോഡ് സെറ്റും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നല്ല കളർ. സൂപ്പറായിരുന്നു. അതെ, ഇത് മിൽക്കിയുടെ ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം. എന്തായാലും ഞാനിപ്പോൾ ഇടാം. നല്ല രസമുണ്ട് കാണാൻ. ഇത് ഏതെടുത്തിടണോ സംശയം. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലാണ്. ഏത് വേണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ. എന്തായാലും ഞാനിപ്പോ എന്റെ സന്തോഷം എന്താണെന്ന് അറിയാം, ഞാൻ ചിന്തിക്കും നമ്മൾ സിനിമയെ കണ്ട ഒരാളാണോ ഇങ്ങനെ ഇത് ഇത്രയും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. ഒരുപാട് സന്തോഷം കേട്ടാ. എന്തായാലും ഞാനൊരു കോഡ് സെറ്റ് ഇട്ടിട്ട് ഇപ്പൊ വരാം. ഓക്കെ, അടുത്ത കോഡ് സെറ്റ് ഉണ്ടോ? എന്ത് ഭംഗിയാ നോക്കില്ലേ. ഇതെനിക്ക് ഒരുപാട് സെയിലായ ഒരു കോഡ് സെറ്റാണ്. അത്രയും എല്ലാവർക്കും ഫേവറേറ്റ് ആയിരുന്നു.
ഇത് ഇട്ടിട്ട് എനിക്ക് നല്ല ഒരു എന്താ പറയാ ബേജ് കളർ അല്ലേ, ഇതിന് പറയുന്നത് ബേജ് കളറാണ്. ഇത് എല്ലാ കളേഴ്സ് നമുക്കിപ്പം ബ്ലാക്ക്, കുറച്ച് ഇളം ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്, ഏത് കളേഴ്സുകാർക്കും മാച്ച് ആവുന്ന ഒരു കളറാണിത്, ഈ ബേജ് കളർ. ഇനി ഷോപ്പിൽ വരണം കേട്ടോ ഒരു ദിവസം, അന്നേരം എന്റെ കസ്റ്റമറൊക്കെ കാണുമോ, നമുക്ക് അവർക്ക് കേട്ട് സംസാരിക്കണം. എല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് കസ്റ്റമർ കാണും അല്ലേ, ഇത്രയും പാവമായിട്ടുള്ള ഒരാളെ ആരാ ഇഷ്ടപ്പെടാതിരിക്കുന്നത്? വർഷങ്ങൾ കൊണ്ടുള്ള ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഡ്രസ്സ്, എനിക്ക് എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് ഡ്രസ്സാണ്. അപ്പം ഞാൻ മമ്മി പറയും ഈ ഡ്രസ്സ് കാരണം എനിക്ക് സബി എനിക്ക് ആക്സിഡന്റ് ഇറങ്ങി പറ്റിയിട്ടുണ്ട്. മീൻസ് കാർ ഓടിച്ചിട്ട് ഇങ്ങനെ നല്ലൊരു ചുരിദാർ ഷോപ്പ് കാണുമ്പോൾ നോക്കല്ലേ 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 ഞാൻ അറിയാതെ നോക്കിയപ്പോൾ സൈക്കിളുകാരൻ ഇടിച്ചിട്ടുണ്ട്. നല്ല കളറല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിസ്സാര പൈസയേ ഉള്ളൂ, വെറുതെ ഒരു കോട്ടൺ പറയും മമ്മി നല്ല രസമുണ്ട് അതൊന്നും മേടിച്ചോട്ടെ എന്ന് പറഞ്ഞു ഓടിപ്പോയിട്ട് അത് വാങ്ങിച്ചു. ഇവിടെ നിന്ന് പറയാട്ടാ ഇതുപോലെ ആക്സിഡന്റ് പറ്റിയ കാര്യം ഇവിടെ നിന്ന് ബാക്കിൽ നിന്ന് പറയുകയാണ്. ഡ്രസ്സ് നോക്കിയിട്ട് എല്ലാ ലേഡീസിനും എവരി ലേഡീസിനും ഡ്രസ്സ് അല്ലേടാ. എനിക്ക് തോന്നുന്നു സ്വർണ്ണത്തിനെക്കാട്ടിലും ഉപരി നമ്മൾ എത്ര ഡ്രസ്സ് എടുത്താലും നമുക്ക് മാച്ച് ആവുന്നതും നമ്മുടെ ശരീരത്തിന് കംഫർട്ട് ആവുന്നതും മാത്രമേ നമ്മൾ വിറ്റാലും വെർത്താവുള്ളൂ. സത്യസന്ധമായിട്ടുള്ള വാക്കല്ലേ ഇത്? ഈ എത്ത് എങ്ങനെയുണ്ട്, ഇഷ്ടമായ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്ലോത്ത്, അതാണ് ഏറ്റവും നമ്മൾ ശരിക്കും ഇത് ഗൾഫിൽ പ്രൈസ് ഞാൻ പറയട്ടെ, എന്റെ പ്രൈസ് പറഞ്ഞ് ഞെട്ടും കേട്ടോ. 1080 ഉള്ളൂ ഇതിന്റെ പ്രൈസ്. ഉണ്ടോ? ആ പ്രൈസിൽ എങ്ങനെ തോന്നുന്നു? കിട്ടാൻ പ്രയാസമാണ്. അതാണ് കിട്ടാൻ പ്രയാസമാണ്. ഞാൻ അടുത്തൊരു കോഡ് സെറ്റും കൂടി ഞാൻ ഇട്ട് തരാം. അടുത്ത കോഡ് സെറ്റ് കേട്ടോ, നിങ്ങൾ പറയണം, നിങ്ങൾ കമന്റ് ചെയ്യണം ഏത് ഇതിനകത്ത് ഏറ്റവും നല്ലത് കേട്ടോ. ഇത് ഓരോന്നിട്ട് പറയാം ഇതാണ് നല്ല ഇതാണ് നല്ല. ഞാൻ പറഞ്ഞു ഇത്രയും മതി വീഡിയോ ചെയ്ത്, എന്നിട്ട് പറയാം ഇട്ട് കാണിക്കാം. നല്ലൊരു ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഭംഗി തോന്നി, നല്ല രസം തോന്നി എനിക്ക്. ഓരോ കളറിലും ഓരോ കളറും നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഓരോ സന്തോഷം, ഒരുപാട് സന്തോഷം. നമ്മുടെ ഒരു ഐറ്റം എത്രയും സെലക്ഷൻ ആണ് അത്, നിങ്ങൾ പോയി അത് എടുക്കുന്ന സെലക്ഷൻ ആണ്. അപ്പൊ നമ്മളെ പോലുള്ളവർക്ക് ഇഷ്ടപ്പെടാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് കേട്ടോ. ഞാൻ ആ ബോട്ടവും ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ബോഡി ഷേപ്പിന് എല്ലാവരുടെയും ബോഡി ഷേപ്പ് ഒരുപോലെ അല്ലല്ലോ, പലർക്കും പല രീതിയിലല്ലേ. ഞാൻ അതെല്ലാം നോക്കിയിട്ടാണ് മാക്സിമം കൊണ്ടുവരുന്നത്. ഇപ്പൊ കറക്റ്റ് ഫിറ്റ് ആണ് തോന്നുന്നില്ലേ, എടുത്തതെല്ലാം കറക്റ്റ് ഫിറ്റ് ആവും. ഇനി ഒരു ചുരിദാർ ഇടണോന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വിളിട്ട് കാണിയിൽ. അടുത്ത നമ്മുടെ ഹാൻഡ് വർക്കിന്റെ ഐറ്റം ആണ് ഇട്ടേക്കുന്നത്. സൂപ്പർ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ്. അറിയാലോ, ഇതൊക്കെ നമ്മുടെ ഷോപ്പിലെല്ലാം ഉള്ള, എല്ലാവരും വരുമ്പോഴറിയാം യൂണിറ്റിൽ തന്നെ ചെയ്ത ഐറ്റം കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാം? ഇതിനെക്കുറിച്ച് പറയാണെന്ന് വെച്ചാൽ ബ്ലാക്ക് എന്ന് പറഞ്ഞ് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകത എത്ര വണ്ണമുള്ളവർക്കും വണ്ണം ഇല്ലാതെ തോന്നിക്കും. പിന്നെയാണെങ്കിൽ നല്ല ഒരു പാർട്ടി വെയർ ആണ്. നൈറ്റൊക്കെ പാർട്ടി ഉണ്ടെങ്കിൽ ഇതേപോലെ ബ്ലാക്ക് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് നന്നായിരിക്കും, കാണാനും നന്നായിരിക്കും, നമ്മളൊന്ന് മെലിഞ്ഞും തോന്നിക്കും. പിന്നെ ആണെങ്കിൽ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായ ഒരു ഡ്രസ്സാണിത്. ഒരു പാർട്ടിക്ക് ഇടാന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്, അതിനിടണം കേട്ടോ. തീർച്ചയായിട്ടും ഇടും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ചുരിദാർ നോർമൽ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക്, ഒരു അല്ലേ സ്റ്റാൻഡേർഡ് ലുക്ക്, സാധാരണ ഒരു കാഷ്വൽ ആയിട്ട് നമുക്ക് ഇപ്പോൾ ബാങ്കിൽ ജോലിയുള്ളവർക്ക് അല്ലേ, അതേപോലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഏറ്റവും കംഫർട്ടായ ഒരു ഡ്രസ്സാണ് സാധാ നല്ലൊരു ചുരിദാർ. അതും ജോർജറ്റ് മെറ്റീരിയലാണ്, പ്യുവർ ആണ് കേട്ടോ, പ്യുവർ ആയതല്ല, ജോർജറ്റ് ആണ്. നല്ല നല്ല ഭംഗിയുള്ള പാറ്റേൺ ഒക്കെ നല്ല അടിപൊളി. ഇത് അറിയാലോ നിങ്ങൾക്ക്, ഓൾറെഡി ഇത് ഇട്ടായിരുന്നു നമ്മൾ ഒത്തിരി കൊണ്ടുവന്നിട്ട് ഒരുപാട് സെയിലായ ഐറ്റം, എല്ലാവർക്കും ഇഷ്ടമായി. ഇനി ഇത് റീസ്റ്റോക്ക് കൊടുത്തിട്ടുണ്ടേ വരും. അപ്പോൾ ഒത്തിരി വീഡിയോ ആയി നമുക്ക്. അപ്പോൾ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഞങ്ങളെ രണ്ടുപേരെയും കുറിച്ചുള്ള കമന്റ് ചെയ്യാൻ, തസ്നിയ മാത്രമല്ല എന്നെയും കുറിച്ച് കമന്റ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ തസ്നിയുടെ കമന്റ് ആയിരിക്കും കൂടുതൽ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ലേഡീസിനും, നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാം കൂടുതൽ ലേഡീസാണ്. ഞാനിതിപ്പം നിങ്ങളോട് പറയുന്നത് ശരിക്കും ആത്മാർത്ഥമായിട്ടാണ്. കാരണം ഇത് ഈ ചുരിദാർ വന്ന് പോയി മേടിക്കണം നിർബന്ധിക്കുകയും ചെയ്യുന്നതല്ല. പക്ഷേ നമ്മൾ ഒരു ചുരിദാർ, ഒരു ഡ്രസ്സ് ഇട്ട് കഴിയുമ്പം നമ്മൾ നമ്മുടെ സ്കിന്നിനും നമ്മളുടെ ദേഹത്തും എങ്ങനെയാണ് കംഫർട്ട്, അതാണ് ഞാൻ നോക്കിയത്. അത് ഓക്കെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അടിപൊളിയാണ്. ധൈര്യപൂർവ്വം പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.